കോൺഗ്രസിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ശശി തരൂരിൻ്റെ സ്വീകാര്യതയാണ്. ആ സ്വീകാര്യതയെ പറ്റി പറയുകയാണെങ്കിൽ ശശി തരൂരിനെ പറ്റി നടന്ന ഒരു സർവേയിൽ വലിയ പിന്തുണ ശശി തരൂരിന് ലഭിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ എന്തുകൊണ്ടും യോഗ്യൻ തരൂർ തന്നെയാണ് എന്ന വിധത്തിലാണ് പൊതുജനവും കോൺഗ്രസ് പ്രവർത്തകരും ചിന്തിക്കുന്നത് എന്നുള്ളത് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തരൂർ അപ്പോൾ മുഖ്യമന്ത്രിയാകുമായിരിക്കുമല്ലേ? തരൂർ തന്നെയാണ് ഈ സർവേ ഫലം പുറത്തുവിട്ടത്. അതേസമയം ചിലർ മനഃപൂർവ്വം സർവേ നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. ആരോ കുക്ക് ചെയ്ത സർവേ എന്നാണ് രമേശ് ചെന്നിത്തല. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് സഹിക്കാനേ പറ്റത്തില്ല. കാരണം ഈ സതീശനെ മാറ്റിയിട്ട് വേണം രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവുക. അതിൻ്റെ ഇടയ്ക്ക് ഇടങ്കേറായിട്ട് വീണ്ടും ഒരാൾ കയറി വരുമ്പോഴത്തേക്ക് ചെന്നിത്തലയുടെ ടെമ്പർ തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുക്ക് ചെയ്ത സർവേ എന്ന് രമേശ് ചെന്നിത്തല പറയുന്നത്. ഏത് സർവേ എല്ലാ ദിവസവും വരുന്നില്ലെന്ന് ബി ഡി സതീശനും ഈ പറഞ്ഞതുപോലെ ടെമ്പർ തെറ്റിയിരിക്കുകയാണ്. സർവേ എല്ലാ ദിവസവും വരുന്നില്ലെന്നാണ് ചോദിക്കുന്നത്. ശശി തരൂരിന് അനുകൂലമായ സർവേ തള്ളി കോൺഗ്രസ്. BJP കേന്ദ്രങ്ങളിൽ നിന്നുള്ള സർവേ എന്നുള്ള നിഗമനത്തിലാണ് നേതാക്കൾ. എന്തായാലും ശശി തരൂർ ഇത് ഇട്ടതോടുകൂടി മൊത്തത്തിൽ ഈ കടന്നൽ കൂട്ട ഇളവിയതുപോലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെല്ലാം ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഭരണം കിട്ടിയാലേ മുഖ്യമന്ത്രി ആകാൻ കഴിയുമെന്ന് ഇവന്മാരും അറിയുന്നുമില്ല. ഏതായാലും ശശി തരൂരിന് അനുകൂലമായ സർവേ തള്ളി എല്ലാ കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വരികയാണ്. ഭരണവിരുദ്ധ വോട്ടുകൾ ചിതറിക്കാനുള്ള BJP ശ്രമമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്. തരൂർ അധികം വൈകാതെ BJPയിലേക്ക് ചേക്കേറുമെന്നാണ് പൊതുവെ നേതാക്കൾ വിലയിരുത്തുന്നത്. കാരണം സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സതീശൻ ആ തയ്ച്ചു വെച്ചിരുന്ന ഉടുപ്പ് അയൺ ചെയ്ത് വെച്ചു. കാരണം ഇനിയിപ്പോൾ വേറെ തടസ്സങ്ങൾ നീങ്ങി തുടങ്ങി. ഇതറിഞ്ഞ രമേശ് ചെന്നിത്തല കടന്നൽ കൂട്ടിൽ കയറിയതുപോലെയാണ് രമേശ് ചെന്നിത്തലയുടെ അവസ്ഥ. അതിൻ്റെ ഇടയിലാണ് തരൂർ കൊണ്ടുവന്ന് ഈ സർവേ ഇട്ടിട്ട് ഞാനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് സർവേ പറയുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ സർവേ കുക്ക് ചെയ്ത സർവേ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അപ്പോൾ പൊതുവിൽ നേതാക്കൾ വിലയിരുത്തുന്ന തനിക്ക് ജനപ്രീതി ഉണ്ടെന്ന് കാണിക്കാൻ ശശി തരൂർ തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്തത്. അത് ശശി തരൂർ മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. കേരള വോട്ട് വൈബ് എന്ന ഏജൻസി സ്ഥാപിച്ചത് 2.5 മാസം മുൻപ് മാത്രമാണെന്നും സർവേക്ക് പിന്നാലെ പോകേണ്ടെന്നും പ്രവർത്തകർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സർവേക്ക് വിശ്വാസമില്ലെന്നും ആരോ കുക്ക് ചെയ്ത സർവേ ആണെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ചിലർ മനഃപൂർവ്വം സർവേ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശും വ്യക്തമാക്കി. ഏത് സർവേ? കുറേ സർവേ എല്ലാ ദിവസവും വരുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ചോദ്യം. UDFൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നതെന്ന് സർവേ റിപ്പോർട്ടറാണ് ശശി തരൂർ പങ്കുവച്ചത്. 28.3% പേരുടെ പിന്തുണ തരൂരിനുണ്ടെന്നാണ് വോട്ട് വൈബ് സർവേയിൽ പറയുന്നത്. 27% പേർ UDFൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അനിശ്ചിതത്വമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. 24% പേർ LDFിൻ്റെ മുഖ്യമന്ത്രിയായി KK ശൈലജ വരണമെന്ന് താല്പര്യപ്പെടുന്നു. 17.5% പേരുടെ പിന്തുണ മാത്രമേ പിണറായി വിജയനുള്ളൂ. 41.5% പേർ LDFിലെ അനിശ്ചിതത്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു സർവേയാണ് തരൂർ പങ്കുവച്ചത്. അടിയന്തരാവസ്ഥ വിമർശിച്ച് തരൂർ ലേഖനം എഴുതിയതോടെ കോൺഗ്രസിനുള്ളിൽ തരൂരിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ അടിയന്തരാവസ്ഥ രാജ്യത്തെ ഇരുണ്ട കാലഘട്ടമെന്നാണ് തരൂർ ആ ലേഖനത്തിൽ വിശേഷിപ്പിക്കുന്നത്. പറഞ്ഞറിയിക്കാനാകാത്ത ക്രൂരതകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് അരങ്ങേറിയത്. കർക്കശ നടപടികൾക്ക് നിർബന്ധം പിടിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതകളാണെന്നും അടിയന്തരാവസ്ഥ പാഠം ഉൾക്കൊണ്ട് എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. രാജ്യത്ത് 21 മാസത്തോളം മൗലിക അവകാശങ്ങളൊക്കെ റദ്ദാക്കപ്പെട്ടു. പത്രങ്ങളുടെ വായ മൂടിക്കെട്ടി. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഭരണഘടനാപരമായ വാഗ്ദാനങ്ങളുടെ സത്ത കടുത്ത പരീക്ഷണത്തിലായി. 50 വർഷങ്ങൾക്കിപ്പുറവും ആ കാലഘട്ടം അടിയന്തരാവസ്ഥയായി ഇന്ത്യക്കാരുടെ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നുവെന്നാണ് ശശി തരൂർ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി വലിയ ക്രൂരതകളാണ് നടത്തിയത്. നിർബന്ധിത വന്ധ്യംകരണം ഇതിനുദാഹരണമാണ്. ഗ്രാമീണ മേഖലകളിൽ സ്വേച്ഛാപരമായ ലക്ഷ്യം നേടുന്നതിന് ബലപ്രയോഗവും അക്രമവും സഞ്ജയ് ഉപയോഗിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ ആത്മാവിൻ്റെ വില നൽകേണ്ടി വന്നു. ഭരണഘടനാപരമായ നിയമങ്ങളോടുള്ള പരസ്യമായ അവഗണന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായാത്ത മുറിവേൽപ്പിച്ചു. അടിയന്തരാവസ്ഥയെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി മാത്രം ഓർക്കാതെ അതിൻ്റെ പാഠങ്ങൾ നാം ഉൾക്കൊള്ളണമെന്ന് ലേഖനത്തിൽ ശശി തരൂർ ഓർമ്മിപ്പിക്കുന്നു. ശശി തരൂർ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ്. കാരണം അഥവാ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയാലും കോൺഗ്രസ്സിലുള്ളവന്മാരെ മൊത്തത്തിലൊന്ന് ടെൻഷൻ അടിപ്പിച്ചിട്ടേ പോകുന്നുള്ളെന്നുള്ള നിലപാടിൽ തന്നെയാണ് തരൂർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് കടന്നൽക്കൂട്ടം ഇളകിയതുപോലെ എല്ലാണോ ഇളകി വന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഇപ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥയിലൂടെ പോവുകയാണ്. കാരണം ഒരു പരുവത്തിന് എങ്ങനെയും ഈ സതീശനെ മാറ്റി തനിക്ക് മുഖ്യമന്ത്രി ആകാമെന്നും പറഞ്ഞിരുന്നപ്പം അടുത്ത ഇടങ്ങേറായതാണ്ട് ശശി തരൂരും വന്നിരിക്കുന്നു.
ആയിരുന്നു. ഇനി രണ്ടുപേരെ വെട്ടിയാൽ മാത്രമേ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയൂ. ഏതായാലും ഇവരെല്ലാം ഈ ഇലക്ഷന് മുമ്പ് ഇവർക്കെല്ലാം വല്ല ഹൃദയാഘാതവും വരുമോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. അതായത് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ളതിലാണ്. ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയാലോ, BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തരൂർ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? BJP സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ശശി തരൂരിനെ പ്രഖ്യാപിച്ചാൽ ആഭ്യന്തരമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, മറ്റുള്ള BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മറ്റു മന്ത്രിമാർ, ഈ രീതിയിൽ ഒരു ടീം വർക്ക് രാജീവിന്റെ നേതൃത്വത്തിൽ പാർട്ടിയെ നയിക്കാനും സംസ്ഥാനത്തെ നയിക്കാനായിട്ട് ശശി തരൂരിന്റെ നേതൃത്വത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖവുമായി എത്തുകയാണെങ്കിൽ BJP കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മൈലേജ് ചില്ലറയാവില്ല. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം BJPയുടെ കാൻഡിഡേറ്റുമാർ, അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ നിൽക്കുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു, വട്ടിയൂർക്കാവിൽ ശശി തരൂർ നിൽക്കുന്നു. 2 സീറ്റുകളും BJPക്ക് ഉറപ്പിക്കാം. കാരണം ശശി തരൂരിനെ പോലെ വട്ടിയൂർക്കാവിൽ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായി MLA ജയിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. മധ്യവർഗത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ്, ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ്, നായർ വോട്ടുകളുടെ കേന്ദ്രമാണ്. അതുപോലെ തന്നെയാണ് നിയമവും. BJPയുടെ ഒരു തറവാട് പോലെയാണ് നിയമം. അവിടെ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായിട്ട് ജയിക്കും. ഈ പറയുന്ന സുരേന്ദ്രന് മറ്റ് 2 മണ്ഡലങ്ങളും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. അതെ, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ വലിയ സ്വീകാര്യതയുണ്ട്. അതെ, ആറ്റിങ്ങലുണ്ട്. കഴക്കൂട്ടവും അതുപോലെ തന്നെയാണ്. BJPക്ക് വേരൂന്നാൻ കഴിയുന്നത്. അപ്പൊ BJPക്ക് പ്രവചിക്കപ്പെട്ടിട്ടുള്ള ഏതാണ്ട് 30ഓളം മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്, കരുത്തായിട്ട് ജയിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ. അങ്ങനെയാണെങ്കിൽ BJP വലിയ മുന്നേറ്റം നടത്തുന്നു. അങ്ങനെ മുന്നേറി കഴിഞ്ഞാൽ മറ്റ് കക്ഷികളെയും ചേർത്ത്, അതായത് BJP ഒന്ന് ബലം വെച്ച് കഴിഞ്ഞാൽ LDFിലും UDFിലുമുള്ള പല കക്ഷികളും ഇങ്ങി പോരും. ആ കക്ഷികളൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു കൂട്ടു മന്ത്രിസഭ ആയിക്കോട്ടെ. BJP അധികാരത്തിലെത്തി ശശി തരൂരിനെ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് കേരളത്തിൽ ആരെങ്കിലും പറയുമോ? ഇപ്പൊ പറയുന്ന ന്യൂനപക്ഷങ്ങൾ പോലും തരൂരിനെ മുഖ്യമന്ത്രിയാക്കാൻ ഒപ്പം നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു കരുത്തൻ മുഖ്യമന്ത്രിയായിട്ട് ശശി തരൂർ, അതും BJPയുടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. അത് BJPയുടെ വലിയ തുടക്കമായിരിക്കും കേരളത്തിലെ. അങ്ങനെ പക്ഷേ സംഘടിച്ച് നിൽക്കാനായിട്ടുള്ള കരുത്ത് BJPക്ക് സംഘടനാപരമായി ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തന്നെ മുൻകൈയെടുത്ത് തരൂരിനെ ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ കേന്ദ്രത്തിൽ എപ്രകാരമാണോ മോദിയും അമിത്ഷായും എന്ന കൂട്ടുകെട്ട് കരുത്തോടുകൂടി നിൽക്കുന്നത്, അതുപോലെ കേരളത്തിൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും ഒന്നായി നിന്നാൽ വൻ മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കാൻ കഴിയും. അതിനോടൊപ്പം പാർട്ടിയിലെ എല്ലാ വിഭാഗീയതയും പറഞ്ഞ് എല്ലാ നേതൃത്വവും ഒരുമിച്ച് നിന്ന്, എല്ലാ നേതാക്കളും ഒരുമിച്ച് നിന്നാൽ BJP കേരളത്തിലെ വമ്പൻ പവറാവും. ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തരൂരിനെ അവതരിപ്പിച്ചതിനുള്ളതിനേക്കാൾ പിന്തുണയും സ്വീകാര്യതയും ഉറപ്പായും തരൂർ BJPയുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിച്ചാലുണ്ടാവും, യാതൊരു സംശയവുമില്ല. അവിടെയാണ് ചിന്തിക്കേണ്ടത്. ആ രീതിയിൽ BJPക്ക് ചിന്തിക്കാൻ കഴിയണം. സംസ്ഥാനത്തെ പാർട്ടി ഏകോപിപ്പിക്കാൻ കഴിയണം. ഈ പറയുന്ന സംഘവും കൂടി അതിനു വേണ്ടിയിട്ട് മുന്നിട്ട് നിന്നാൽ ഈ പറയുന്ന വിവിധ ക്ഷേത്ര സംഘടനകൾ എന്നാണ് വിളിക്കാറ്. സംഘത്തിന്റെ മറ്റ് പരിവാർ സംഘടനകളെ അങ്ങനെയാണ്, സംഘപരിവാറിന്റെ മറ്റ് സംഘടനകൾ. അപ്പൊ ഈ വിവിധ ക്ഷേത്രങ്ങളിൽ ഒന്നിപ്പിച്ചാൽ സംഘത്തിന്റെ കൃത്യമായ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ഒന്ന് മുന്നോട്ട് പോക്കിന് തയ്യാറായി കഴിഞ്ഞാൽ, ആ ഡിസിപ്ലിനോടുകൂടി ആ ഏകതയോടുകൂടി ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന മുന്നേറ്റം വലുതാണ്. അതുപോലെ തന്നെ ഒരു വലിയ കോർപ്പറേറ്റ് രംഗത്തൊക്കെ പ്രവർത്തിച്ച വലിയ എക്സ്പീരിയൻസ് ഉള്ള ഭാരതത്തിന്റെ ഒരു മന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അതിന് ചുക്കാൻ പിടിക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, വിശ്വപൗരൻ കേരളത്തിന്റെ അത്രയും തുല്യനായി വിശ്വോത്തരനായ ഒരു മുഖ്യമന്ത്രിയെ കിട്ടും. കേരളത്തിൽ എല്ലാ കാലവും അഭിമാനിക്കാൻ കഴിയും. ആ 5 വർഷം പൂർത്തിയാക്കി കേരളത്തിലെ BJPയുടെ കയ്യിൽ സുരക്ഷിതമാക്കിയതിന് ശേഷം കേന്ദ്രത്തിലൊരു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കോ രാഷ്ട്രപതി സ്ഥാനത്തേക്കോ ഒക്കെ തരൂരിന് പോകാനും കഴിയും. അവിടെ പ്രിയൻ പറഞ്ഞപ്പോഴാണ്, അത് സൂചിപ്പിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായത്. കാരണം ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ശശി തരൂരിനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ട് ഈ നേമത്തോ വട്ടിയൂർക്കാവിലോ ഇവരെ മാറ്റി രാജീവ് ചന്ദ്രശേഖരനെ അടക്കം അവിടെ പേസ്റ്റ് ചെയ്താൽ, അതോടൊപ്പം തന്നെ വി മുരളി തന്നെ കഴക്കൂട്ടത്ത് നിർത്താം. അതോടൊപ്പം ആറ്റിങ്ങിൽ ശോഭാ സുരേന്ദ്രന് കൊടുക്കാം. ചാത്തന്നൂർ മണ്ഡലം കഴിഞ്ഞ 2 തവണയായി 2ാം സ്ഥാനം നിലനിർത്തുന്ന മണ്ഡലമാണ്. അവിടെയും BJPയുടെ ശക്തനായ കാൻഡിഡേറ്റിനെ നിർത്താം. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളും, മഞ്ചേശ്വരം പോലെ, പാലക്കാട് പോലെ, അങ്ങനെ എത്ര സ്ഥലങ്ങളുണ്ട്. തൃശ്ശൂർ ഇപ്പോൾ സുരേഷ് ഗോപി എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തെത്തി. അവിടെ എല്ലാം ഇതുപോലെ ശക്തരായ നേതാക്കളെ നിർത്തിക്കഴിഞ്ഞാൽ ഒരു 12ഓളം സീറ്റുകൾ BJPക്ക് നേടാൻ കഴിയും. ഇന്ന് BJPയുടെ സ്പോക്ക് പേഴ്സൺ ആയിരിക്കുന്ന യുവാക്കളുണ്ട് ചിലർ, വലിയ കരുത്തുള്ളവരാണ് അവർ.
യുവശക്തിയാണ് അവർ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നിരന്തരം മാധ്യമങ്ങൾ കാണുന്ന അവരെല്ലാവരും കേരളത്തിന്റെ BJPയുടെ മന്ത്രിയാവാൻ യോഗ്യതയുള്ളവരാ, MLA ആവാൻ യോഗ്യതയുള്ളവരാ. അവർ മന്ത്രിയായിട്ട് വലിയ രീതിയിൽ യുവാക്കളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. അവരെ എല്ലാം മുൻനിരയിലേക്ക് കൊണ്ടുവരാനും കഴിയും. BJP വൻ വിജയമായിട്ട് മാറും. അങ്ങനെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.